ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമ 2014 ഇറങ്ങിയ എക്സ്ട്രാക്ഷൻ, ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ ഫിലിം. നമ്മുടെ തോറായിട്ട് അഭിനയിച്ച ക്രിസ് ഹെംസ്വർത്ത് ഈ സിനിമയിലെ നായകൻ. നല്ലൊരു അടിപൊളി ആക്ഷൻ എന്റർടൈനർ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പടം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കഥ നടക്കുന്നത് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിലെ ധാക്കയിൽ. ഇപ്പൊ സിറ്റിയിലെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി മൊത്തത്തിൽ ലോക്ക്ഡൌൺ ആണ്. അതിന് കാരണം നമ്മുടെ ഹീറോ ആണ്. ഹീറോ ഒപ്പം അവിടുത്തെ ഒരു പാലത്തിൽ നിൽക്കുന്നുണ്ട്. നിറയെ വണ്ടികളൊക്കെ അവിടെ ഇങ്ങനെ സ്റ്റോപ്പായി കിടക്കുകയാണ്. നമ്മുടെ ഹീറോയുടെ പേര് ടൈലർ എന്നാണ്. ഓസ്ട്രേലിയൻ പട്ടാളക്കാരനായിരുന്നു അവൻ. എന്നാൽ ഇപ്പോൾ റിട്ടയർഡായി. ഇപ്പൊ കാശിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ സാഹസികമായിട്ടുള്ള പല പണികളെയും ചെയ്യും. അതുപോലൊരു മിഷനിലാണ് ഇപ്പൊ ടൈലർ. ഇപ്പൊ അവൻ ആ പാലത്തിലൂടെ നടക്കുമ്പോൾ 2 പട്ടാളക്കാർ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നാൽ അവരെ കണ്ടതും അവൻ അപ്പം തന്നെ അവരെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. എന്നിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ പുറകിൽ വെടിയേക്കുന്നത്. അതിന് തുടർന്ന് അവൻ താഴേക്ക് വീണു. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു കാറിന്റെ അപ്പുറത്തേക്ക് മറിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം അവൻ അവന്റെ തോക്കെടുത്തിട്ട് റീലോഡ് ചെയ്തു. ഈ സമയം അവന്റെ മനസ്സിലേക്ക് അവന്റെ ഒരു ഓർമ്മ കടന്നു വരുന്നുണ്ട്. അതിലവൻ കാണുന്നത് 2 കാലുകളാണ്. ഇനി എന്താണ് ടൈലറിന് സംഭവിച്ചത്? ഇവൻ എന്ത് മിഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്? അതറിയണമെന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കണം. ഇനി കാണിക്കുന്നത് 2 ദിവസം മുമ്പ് നമ്മുടെ മുംബൈയാണ്. അവിടുത്തെ ഒരു ഇന്റർനാഷണൽ സ്കൂളാണ് സ്ഥലം. ഇപ്പൊ സ്കൂളൊക്കെ വിട്ടിട്ട് പിള്ളേരൊക്കെ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ 3 സുഹൃത്തുക്കളുണ്ട്. അവന്മാർ 3 പേര് സ്കൂളിന്റെ വെളിയിലേക്ക് വന്നപ്പം ഒരു BMW കാർ വന്നിട്ട് നിർത്തി. അതിനെ തുടർന്ന് അവന്മാർ ആ വണ്ടിയിലേക്ക് കയറി. ഈ 3 കുട്ടികളിൽ ഈ നടുവിലിരിക്കുന്ന കുട്ടീനെ കണ്ടില്ലേ? ഈ കണ്ണാടി വെച്ചവൻ മുംബൈയിലെ ഒരു മയക്കുമരുന്ന് രാജാവിന്റെ മകനാണവൻ. ഇവന്റെ പേര് ഒവി മഹാജൻ ജൂനിയർ. ഇവന്റെ അപ്പന്റെ പേര് ഒവി മഹാജൻ സീനിയർ. നമുക്ക് ഇവനെ ഒവി എന്നും വിളിക്കാം, അപ്പനെ മഹാജൻ എന്നും വിളിക്കാം. ഇപ്പൊ ഇവന്റെ വണ്ടിയിലാണ് ഇവർ പോകുന്നത്. അങ്ങനെ കുറെ പോയി ഒരു റെസ്റ്റോറന്റിന്റെ അടുത്ത് എത്തിയപ്പം അയാൾ വണ്ടി നിർത്തി കൊടുത്തു. അതിനെ തുടർന്ന് ഇവന്മാരിപ്പോൾ റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അതിനിടയിൽ ഇവരുടെ അപ്പുറത്തെ ടേബിളിലായിട്ട് കുറച്ച് പെമ്പിള്ളായിരിക്കുന്നുണ്ട്. അതിലൊരു പെണ്ണ് നമ്മുടെ ഒവിയെ തന്നെയാണ് നോക്കുന്നത്. അവൾക്ക് ഇവനോടൊരു ക്രഷ് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് ഇവന്റെ കാര്യം. ആ കാര്യം ഇവന്റെ ഫ്രണ്ട്സിനും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൾ നോക്കുന്നത് കാണുമ്പോൾ നീ അവളോടൊന്ന് പോയി മുട്ടടാ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാൽ അവൻ എന്തോ ഒരു ധൈര്യക്കുറവ് കാരണം അവൻ അതിനൊന്നും ശ്രമിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഒവി ഇപ്പോൾ വീട്ടിലേക്ക് എത്തി. എന്നാൽ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവന്റെ മുഖത്തുള്ള ആ സന്തോഷമൊക്കെ പോയി. ഇനി ഭയങ്കര ശോകമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരു മയക്കുമരുന്ന് രാജാവിന്റെ വീടാണത്. എവിടെ നോക്കിയാലും സെക്യൂരിറ്റിയാണ്. മാത്രമല്ല ഇവൻ ഈ വീട്ടിൽ അങ്ങനെ സ്വാതന്ത്ര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് അവൻ ഈ മൂകത വന്നത്. അങ്ങനെ അവൻ അവന്റെ റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അപ്പുറത്തെ റൂമിൽ നിന്നും ഒരാൾ ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇയാളുടെ പേര് സാജു എന്നാണ്. ഈ ഒവിയുടെ അച്ഛൻ മഹാജാൻ ഉണ്ടല്ലോ, അയാളിപ്പോൾ ജയിലിലാണ്. അതുകൊണ്ട് ഇവന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്നത് ഈ സാജു ആണ്. ഇയാളൊരു പട്ടാളക്കാരനൊക്കെ ആയിരുന്നു. ഇപ്പൊ അവനെ കാണുമ്പോൾ സാജു ചോദിക്കുന്നത്, നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് വരണം എന്നല്ലേ നിന്റെ അച്ഛൻ പറഞ്ഞത്? കുറച്ച് ദേഷ്യത്തിലാണ് അയാൾ ചോദിക്കുന്നത്. അതേക്ക് അവൻ പറയുന്നത്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെയായിരുന്നു, ക്ഷമിക്കുന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ റൂമിലേക്ക് പോയി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം സാധാരണ അവൻ ചെയ്യാറുള്ളത് പോലെ തന്നെ അവൻ ഇരുന്ന് മ്യൂസിക് വായിക്കാൻ തുടങ്ങി. ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ അടുത്തതായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ അവന്റെ റൂമിലിരിക്കുമ്പോഴാണ് അവന്റെ ഫ്രണ്ട്സിന്റെ മെസ്സേജ് വരുന്നത്. അവന്മാരെല്ലാം ഇപ്പൊ ക്ലബ്ബിലുണ്ട്, നീ ഇത് എവിടെ പോയി കിടക്കാണ് എന്നാണ് അവന്മാർ ചോദിക്കുന്നത്. ഈ സമയം അവൻ റിപ്ലൈ കൊടുക്കുന്നത്, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കെ, ഞാനൊരു 30 മിനിറ്റിനകം അങ്ങോട്ട് എത്താന്നാണ്. അങ്ങനെ ഓവി ഇപ്പം ആ ബാറിലേക്ക് എത്തി. നേരത്തെ കണ്ട അവന്റെ ആ ഫ്രണ്ട്സും അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം തന്നെ അവർക്ക് പുറകിലായിട്ട് അവന്റെ പെണ്ണും ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും അവന്റെ ഫ്രണ്ട്സ് അവനോട് പറയുന്നത്, നീ അവളോട് പോയി സംസാരിക്കുന്നതാണ്. എന്നാൽ ഒവിക്ക് ഇപ്പോഴും ആ ധൈര്യം അങ്ങോട്ട് വന്നിട്ടില്ല. അത് മനസ്സിലായതും, നിനക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവന്റെ ഒരു ഫ്രണ്ട് അവനെയും വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. എൻ്റെ ഒരു കഞ്ചാവ് കത്തിച്ചിട്ട് അവൻ കൊടുക്കുകയാണ്. നീ ഇതൊന്ന് വലിക്കി, താനെ നിനക്ക് ധൈര്യം വന്നോളൂ എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവനത് മേടിക്കാൻ തുടങ്ങുമ്പോഴാണ് 2 പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അവൻ്റെ ആ ഫ്രണ്ട് ആ കഞ്ചാവ് എടുത്തിട്ട് താഴേക്കിട്ടു. പക്ഷെ ആ പോലീസുകാരൻ ആ സാധനം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ സാധാരണ പോലീസുകാർ ചോദിക്കുന്ന പോലെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അവരുടെ അടുത്ത് ചോദിച്ചു. പിള്ളേരാണെങ്കിൽ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ പോലീസുകാരന്റെ ഭാവം മാറുന്നത്. അയാൾ ഉടനെ തന്നെ ഒവിയുടെ ഫ്രണ്ടിനെ അങ്ങോട്ട് വെടിവെച്ചു കൊല്ലുകയാണ്. എന്നിട്ട് വേഗം ഒവിയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി. ഇനി കാണിക്കുന്നത് മുംബൈയിലെ സെൻട്രൽ ജയിലാണ്. ഇവിടെയാണ് ഒവിയുടെ അച്ഛനായ മഹാജൻ ഉള്ളത്. അപ്പൊ അയാളെ കാണാൻ വേണ്ടി സാജു എത്തിയിട്ടുണ്ട്. അങ്ങനെ സാജു ഇപ്പൊ കാര്യങ്ങളൊക്കെ മഹാജന്റെ അടുത്ത് പറഞ്ഞു. ഈ മഹാജാന് ഈ മയക്കുമരുന്ന് ബിസിനസ്സിലൊരു ശത്രുണ്ട്. അയാളുടെ പേര് അമീർ ആസിഫ് എന്നാണ്. ഒരു ബംഗ്ലാദേശുകാരനാണ്. അയാളാണ് ഇപ്പോൾ ഒവിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അവനിനി തിരിച്ചു കൊടുക്കണമെങ്കിൽ പൈസ വേണം എന്നാണ് അമീർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ പൈസ നമുക്ക് ഉടനെ തന്നെ അറേഞ്ച് ചെയ്യാം എന്നാണ് സാജു ഇപ്പം മഹാജന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ മഹാജൻ അതിന് സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്നത്, ഒരു ചില്ലി കാശ് ഞാൻ കൊടുക്കത്തില്ല, ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. നിന്നോടൊക്കെ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വരുന്നത് വരെങ്കിലും എന്റെ മകനെ നോക്കണമെന്ന്. അത് നിന്നെ കൊണ്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ നീ തന്നെ അവനെ തിരിച്ചെടുത്തോണ്ട് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്കറിയാലോ നിനക്കൊരു മകനുണ്ടെന്ന്. എന്റെ മകനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകന്റെ പണി ഞാൻ തീർക്കും എന്നാണ് മഹാജൻ പറയുന്നത്. അങ്ങനെ വളരെ ടെൻഷനോടെയാണ് സാജു ഇപ്പോൾ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ അയാൾ അയാളുടെ ഭാര്യയുടെ അടുത്തും പറഞ്ഞു. ഭാര്യയാണെങ്കിൽ അയാൾ അങ്ങനെ ഓരോരോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ മകന്റെ കാര്യമാണ്.
ഈ സാജുവിന് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാജാൻ അറിയാതെ ആ അമീറിന് പൈസ കൊടുക്കാനും പറ്റത്തില്ല. കാരണം അയാളുടെ അക്കൗണ്ട് മൊത്തം ഗവൺമെന്റ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ അയാൾ അയാളുടെ ഭാര്യയുടെ അടുത്ത് പറയുന്നത് പൈസ കൊടുത്തിട്ട് എന്തായാലും ഒവിയെ രക്ഷിക്കാൻ പറ്റത്തില്ല, അതിനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് ആകെ ഒരൊറ്റ വഴിയുള്ളൂ. ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ തട്ടിക്കൊണ്ടുപോയി രക്ഷിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാൾ എനിക്കറിയാം. ഈ ഒരു മിഷന് വേണ്ടി ഞാൻ അയാളെ അറേഞ്ച് ചെയ്യാം. പക്ഷെ അവിടെയും കാശൊരു പ്രശ്നമാണ്. അയാൾക്ക് കൊടുക്കാനും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അതിന് ചില ഉടായ്പ വഴികളൊക്കെ നോക്കേണ്ടി വരും എന്നാണ് സാജു പറയുന്നത്. അതേക്കുന്ന അയാളുടെ ഭാര്യ പറയുന്നത് നിങ്ങൾ എന്ത് ഉടായ്പ കാണിച്ചിട്ടായാലും വേണ്ടില്ല, ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണമെന്നാണ്. ഇനി കാണിക്കുന്നത് ഓസ്ട്രേലിയയാണ്. അവിടെ ഒരു കോറിയുടെ അടുത്തായിട്ട് നമ്മുടെ ഹീറോ ആയ ടൈലറും ഇരിക്കുന്നുണ്ട്. വേറെ രണ്ടാൾക്കാരും ഉണ്ട്. അവരവിടെ ഇരുന്നിട്ട് ബിയർ കഴിക്കായിരുന്നു. അതിനിടയിലാണ് ടൈലർ എഴുന്നേക്കുന്നത്. എൻ്റെ ബിയർ ഒന്ന് പിടിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റിട്ട് ആ കോറിയിലേക്ക് എടുത്ത് ചാടി. എൻ്റെ വെള്ളത്തിനടിയിൽ കുറച്ച് സമയം ഇരുന്നിട്ട് ഇങ്ങനെ ധ്യാനിക്കുകയാണ്. ഈ സമയം അവൻ ആ ഓർമ്മ വരുന്നുണ്ട്. അതിലൊരു ചെറിയ കുട്ടിയാണ് അവൻ കാണുന്നത്. അങ്ങനെ കോറിയിൽ നിന്ന് പോന്നതിന് ശേഷം ടൈലർ ഒപ്പം അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഈ സമയം അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. ഇവളുടെ പേര് നിക്ക് എന്നാണ്. ഇവളാണ് ഇപ്പം ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പം അവനങ്ങോട്ട് വരുമ്പോൾ അവൾ അവൻ്റെ പുതിയ മിഷൻ അവൻ്റെ അടുത്ത് പറയാണ്. അതായത് ഇന്ത്യയിൽ ഒരു മയക്കുമരുന്ന് രാജാവുണ്ട്. അയാളുടെ മകനെ ഒരു ബംഗ്ലാദേശ് തട്ടിക്കൊണ്ടുപോയി. കുട്ടി ഇപ്പം ബംഗ്ലാദേശിലാണുള്ളത്. അവൻ അവിടുന്ന് രക്ഷിക്കണം. 16 മണിക്കൂറാണ് സമയമുള്ളത്. പക്ഷെ 6 മണിക്കൂറിന് മുമ്പ് പയ്യൻ ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്ന തെളിവ് അവർക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കാശ് കിട്ടും. ഈ ഒരു കാര്യമാണ് നിക്ക് അവൻ്റെ അടുത്ത് പറയുന്നത്. ഈ ബംഗ്ലാദേശിൽ പോയിട്ട് അവിടുത്തെ കുട്ടിയെ കടത്തിക്കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഉള്ള പരിപാടിയാണ് എന്ന കാര്യം ടൈലറിനും അറിയാം. പക്ഷെ അവനെ സംബന്ധിച്ച് അവനിപ്പോൾ നല്ല കാശിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവൻ ആ മിഷനെ സമ്മതിക്കുകയാണ്. ഇനി കാണിക്കുന്നത് ബംഗ്ലാദേശിലുള്ളൊരു വീടാണ്. ഇപ്പോൾ ടൈലർ അവൻ്റെ ഗ്യാങ്ങും കൂടെ അവിടെ ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയുള്ള ഒരാൾ ടൈലറിന് ആ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഒവി മഹാജൻ. പിന്നെ അവൻ്റെ അച്ഛനെ ഒവി മഹാജൻ സീനിയർ. അത് കഴിഞ്ഞ് അവർ കാണിച്ചു കൊടുക്കുന്നത് ആ അമീർ ആസിഫിനെയാണ്. ഇയാളും ഈ മഹാജനും തമ്മിൽ നല്ല പകയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇയാൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പൊ ടൈലർ ചെയ്യേണ്ടത് അവിടെ ചെന്നിട്ട് ആ കുട്ടിയെ രക്ഷിക്കണം. ആ സമയത്ത് അവിടുത്തെ കായലിലായിട്ട് ഒരു ബോട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ബോട്ടിനകത്ത് ഉണ്ടായിരിക്കുക ഈ ടൈലറിന്റെ ടീമിലെ 2 ആൾക്കാരാണ്. അങ്ങനെ കുട്ടിയെയും കൊണ്ട് ആ ബോട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് 9 മൈൽ ദൂരെയായിട്ട് ഒരു ഹെലികോപ്റ്റർ ഉണ്ടാവും. ആ ബോട്ടിലുള്ള ആൾക്കാർ കുട്ടിയെയും ടൈലറിനെയും ആ ഹെലികോപ്റ്ററിൽ എത്തിക്കും. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പോന്നാൽ മതി. ഇതാണ് അവരുടെ പ്ലാൻ. ആ കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇപ്പോൾ ടൈലറിന് പറഞ്ഞു കൊടുക്കുന്നത്. അവനാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലായ ധാക്കയാണ്. വളരെ തിരക്കുള്ള ഒരു പട്ടണമാണത്. അവിടെ ഒരു സ്ട്രീറ്റിലായിട്ട് ടൈലർ ഇപ്പോൾ ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവനൊരു കോള് വരുന്നത്. കുറച്ചപ്പുറത്തായിട്ട് ഒരു അലക്കുകടയുണ്ട്. അങ്ങോട്ട് വരാനാണ് ആ കോളിൽ അവൻ്റെ അടുത്ത് പറയുന്നത്. അതിന് തുറന്ന് അവൻ ആ കടയുടെ മുമ്പിലേക്ക് എത്തി. ഈ സമയത്താണ് ഒരു വാനിൽ കുറച്ച് ആൾക്കാർ വരുന്നത്. യുവമാരെല്ലാം ആ അമീറിന്റെ ആൾക്കാരാണ്. അവരങ്ങോട്ട് വന്ന ഉടനെ തന്നെ അവനെ ആ വാനിലേക്ക് കയറ്റിയിട്ട് പെട്ടെന്ന് വണ്ടി ഓടിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവരിപ്പോൾ ടൈലറിനെയും കൊണ്ട് റൂമിലേക്ക് എത്തി. എന്നിട്ട് അവരിപ്പോൾ അവനോട് ചോദിക്കുന്നത് പൈസ എവിടെയെന്നാണ്. അതേക്കുന്ന ടൈലർ പറയുന്നത് ആദ്യം നിങ്ങൾ കുട്ടിയെ കാണിച്ചാൽ കുട്ടി ഇവിടെ ഉണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ളവർ പൈസ ആയിട്ട് ഇങ്ങോട്ട് വരും എന്നാണ് അവൻ പറയുന്നത്. അത് കേട്ടതും അയാളിപ്പം ഒരു റൂം തുറന്നിട്ട് കുട്ടിയെ കാണിച്ചു കൊടുത്തു. ഒവിയെപ്പം അവിടെ അവർ കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടിയെ കാണിച്ചു കൊടുത്തതിന് ശേഷം അയാൾ ടൈലറിന്റെ അടുത്ത് പറയുന്നത് കുട്ടിയെ കണ്ടല്ലോ, ഇനി നീ പോയിട്ട് പൈസ മേടിച്ചോണ്ട് വന്നും പറഞ്ഞിട്ട് അവനെയും കൊണ്ട് ആ റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങാണ്. എന്നാൽ ഈ സമയം തന്നെ അടുത്ത ബിൽഡിങ്ങിലായിട്ട് ടൈലറിന്റെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് ജി എന്നാണ്. അയാൾ ഉടനെ തന്നെ അങ്ങോട്ട് ഷൂട്ട് ചെയ്തു. അതോടുകൂടെ ഒരുത്തം മരിച്ചു പോകണം. അത് കണ്ടതും ടൈലർ ബാക്കിയുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും പണി തീർത്തതിന് ശേഷം ടൈലർ വേഗം തന്നെ ഒവിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൻ്റെ കെട്ടുകളൊക്കെ അഴിച്ചിട്ട് അവനെ കൊണ്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവർ നേരെ പോകുന്നത് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന അവരുടെ ഒരു കാറിൻ്റെ അടുത്തേക്കാണ്. അവിടേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ടൈലർ പോവി ആ കാറിന്റെ ഡിക്കിയിലേക്ക് കയറ്റിയിട്ട് ആ ഡിക്കി ക്ലോസ് ചെയ്തു. ഈ സമയം തന്നെ അമീറും അവൻ്റെ ടീമും കൂടെ ഒരു വീടിന് മുകളിലിരിക്കുകയാണ്. കുറച്ച് കുട്ടികളെ അവരവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഒരുത്തൻ ഇവരുടെ കയ്യിൽ നിന്ന് എന്തോ മോഷ്ടിച്ചു. അതിൻ്റെ ഒരു ചോദ്യം ചെയ്യലാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഒരു പോലീസുകാരനായിട്ട് വരുന്നത്. ഇയാളാണ് കേണൽ റാഷിദ്. അയാൾ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ഒവിയെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോയ കാര്യമാണ് ഇപ്പം അമീറിൻ്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അമീറിന് ശരിക്കും ദേഷ്യം വന്നു. അവനിപ്പോൾ പറയുന്നത് എന്നാൽ എത്രയും പെട്ടെന്ന് ഈ സിറ്റി മൊത്തം ലോക്ക്ഡൗൺ ചെയ്യണം. ഒരുത്തനും ഈ സിറ്റി വിട്ടിട്ട് വെളിയിൽ പോകാൻ പാടില്ല. അവൻ പറഞ്ഞത് അനുസരിക്കാന്നല്ലാതെ അയാളുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗമില്ല. കാരണം അനുസരിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്ന് അയാൾക്ക് പോലും നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയം തന്നെ ടൈലർ ആണെങ്കിൽ ഒവിയും കൊണ്ട് ഇപ്പോൾ വേറൊരു വീടിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡിക്കിയിൽ നിന്നും ഒവിയെ വെളിയിലേക്ക് എടുത്തു. പുറത്തേക്ക് എടുത്ത ഉടനെ തന്നെ ഒവിക്ക് കഴിക്കാൻ വേണ്ടി അവനൊരു ചോക്ലേറ്റ് ആണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം ടൈലർ ഇപ്പം അവൻ്റെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ഇട്ടു. ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം അവൻ അവൻ്റെ വയർലെസ് കണക്ട് ചെയ്യാണ്. ഇവൻ്റെ ടീമിലുള്ള എല്ലാവരും ഒരേ സമയം തന്നെ ഈ വയർലെസ്സിൽ കണക്റ്റഡ് ആണ്. അങ്ങനെ അത് കണക്ട് ചെയ്തതിനു ശേഷം അവൻ നിക്കിനോടാണ് സംസാരിക്കുന്നത്. കുട്ടിയെ കിട്ടിയ കാര്യമൊക്കെ അവനിപ്പോൾ നിക്കിൻ്റെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം അവൻ മറ്റൊരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് എടുത്തിട്ട് ഒവിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റാക്കി അവിടെ നിർത്തിയതിനു ശേഷം അവൻ ഒവിയുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് മറ്റൊന്നിനുമല്ല, അവൻ ജീവനോടെ ഉണ്ട് എന്നതിനൊരു തെളിവാണല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്.
അങ്ങനെ ആ കാര്യങ്ങളും കൂടെ സെറ്റാക്കിയതിന് ശേഷം ടൈലർ വേഗം തന്നെ ഒവിയും കൂട്ടി അവിടെ നടക്കുകയാണ്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ആ ബോട്ടിലേക്ക് എത്തണം, അതാണ് അവന്റെ പ്ലാൻ. ഇതേ സമയം തന്നെ നിക്കും ടീമും ആ വീട്ടിനുള്ളിൽ തന്നെയാണ്. അവരിപ്പം അവരുടെ സാറ്റലൈറ്റ് ഒക്കെ ഓണാക്കി. ഇപ്പൊ ടൈലറും കുട്ടിയും പോകുന്നൊക്കെ അവർക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും. ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. എങ്കിലും നിക്കിന്റെ മുഖത്ത് എന്തൊരു ടെൻഷൻ പ്രകടമാണ്. ഈ സമയം തന്നെ ടൈലർ ആണെങ്കിൽ ഒവിയും കൂട്ടി കാട്ടിനുള്ളിലൂടെ ആ കായലിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. അതിനിടയിൽ ആ ബോട്ടാണെങ്കിൽ ആ കായലിൽ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ബോട്ടിനകത്തുള്ളത് 2 ആൾക്കാരാണ്. ഈ സമയം തന്നെ നിക്കിന്റെ കൂടെയുള്ളവര് ടൈലർ അവർക്ക് അയച്ചു കൊടുത്ത ഒവിയുടെ ആ വീഡിയോ ഫുട്ടേജ് ഉണ്ടല്ലോ, കുറച്ചു മുമ്പ് അവൻ ഷൂട്ട് ചെയ്ത്, അത് അവർ മഹാജന്റെ ആൾക്കാർക്ക് അയച്ചു കൊടുത്തു. കുട്ടി ജീവനോടുണ്ട് എന്നൊരു തെളിവിനായിട്ട്. അത് അയച്ചു കൊടുത്തതിന് ശേഷം 7 മിനിറ്റിനകം നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് അവർ ആ ടീമിനെ വിളിച്ച് പറയുന്നത്. ഇതേ സമയം തന്നെ ആ ജി ആണെങ്കിൽ ഇപ്പൊ കാട്ടിലെത്തി. അവനിപ്പം ആ ബോട്ടിന്റെ തൊട്ടടുത്താണ്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനാണ് ജി അങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിനിടയിലാണ് ബോട്ടിൽ നിന്ന് ഒരു അലാറം അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അതിനെ തുടർന്ന് ആ ബോട്ടിലുണ്ടായിരുന്ന 2 പേരും താഴേക്ക് ഇറങ്ങി നോക്കുകയാണ്. ഇപ്പോൾ ഒരുത്തൻ താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്തോ ഗ്യാസ് ലീക്ക് ആവുന്ന കാണുന്നുണ്ട്. അവൻ അത് ക്ലോസ് ചെയ്യാൻ പോകുമ്പോഴാണ് ഒരു മാസ്ക് ധരിച്ച ഒരുത്തൻ വന്നിട്ട് അവനെ കൊന്നുകളയുന്നത്. മാത്രമല്ല അവനിപ്പോൾ മറ്റേ ആളെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ഈ സമയം തന്നെ നിക്കും ടീമും ഇപ്പൊ ആ മഹാജന്റെ ആൾക്കാരെ വിളിക്കുകയാണ്. ഇതുവരെയായിട്ടും അവർ പൈസ അയച്ചു കൊടുത്തിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അവരിപ്പോൾ വിളിച്ചിരിക്കുന്നത്. എന്നാൽ അവന്മാർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അതിൽ നിന്നും അവരെ പറ്റിച്ചു എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് നിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് എടുത്തിട്ട് നേരെ ബോട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു റിപ്ലൈയും കിട്ടുന്നില്ല. അതുകൊണ്ട് അവൾ അടുത്തായിട്ട് ടൈലറിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നീ അവിടെ തന്നെ നിൽക്ക് എന്നാണ് അവൾ ഇപ്പോൾ ടൈലറിന്റെ അടുത്ത് പറയുന്നത്. ഈ സമയം തന്നെ ടൈലർ ആണെങ്കിൽ ഒവിയും കൊണ്ട് ആ ബോട്ടിന്റെ തൊട്ടടുത്ത് എത്താനായിട്ടുണ്ട്. അങ്ങനെ അവനോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവൾ അടുത്തായിട്ട് ജീനോടാണ് സംസാരിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നീ കാണുന്നുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുന്ന് ജി പറയുന്നത് ബോട്ടിലുണ്ടായിരുന്ന നമ്മുടെ ആൾക്കാർ എന്തോ അലാറം അടിച്ചിട്ട് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവന്മാർ ഇതുവരെയായിട്ട് മുകളിലേക്ക് കയറി വന്നിട്ടില്ല എന്നാണ് ജി പറയുന്നത്. അവൻ അത് പറഞ്ഞു തീർന്നതും അടുത്ത സെക്കൻഡിൽ അവനും വെടിയേറ്റ് വീഴാണ്. ഈ സമയത്താണ് കുറച്ച് പോലീസുകാർ അവരുടെ ബോട്ടിന്റെ അടുത്തേക്ക് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിക്കും ടീമും അവരുടെ ആ കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ട്. അവർ ഉടനെ തന്നെ ആ കാര്യം ടൈലറിനെ വിളിച്ച് പറയാണ്. ഈ സമയം തന്നെ ആ മാസ്ക് ഇട്ട മനുഷ്യൻ ഇപ്പൊ ജിയുടെ അടുത്തേക്ക് എത്തി. അയാളാണ് ജീനെ ഷൂട്ട് ചെയ്തത്. ഇപ്പൊ ജി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവൻ വേഗം കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതെല്ലാം നിക്കും ടീമും കാണുന്നുണ്ട്. അവരുടെ കമ്പ്യൂട്ടറിൽ ഈ ചുവന്ന മാർക്കിംഗ് കണ്ടില്ലേ, ഇതാണ് ആ മാസ്ക് ഇട്ട മനുഷ്യൻ. അവനിപ്പോ ടൈലറിന്റെ 100 മീറ്റർ അടുത്താണ്. ആ കാര്യം അവർ ഉടനെ തന്നെ ടൈലറിന്റെ അടുത്ത് പറയുകയും ചെയ്തു. നമ്മൾ വിചാരിക്കാത്ത ആരോ കൂടെ കാട്ടിലുണ്ട്, അവനിപ്പോ നിന്റെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ 100 മീറ്റർ അവൻ നിന്റെ അടുത്തേക്ക് എത്തി എന്നാണ് അവരിപ്പോ ടൈലറിന്റെ അടുത്ത് വിളിച്ചു പറയുന്നത്. അതിനെ തുടർന്ന് ടൈലർ ഒവിയും കൊണ്ട് അവിടെ പതുങ്ങിയിരിക്കുകയാണ്. ഈ സമയം അവർക്ക് ആ മാസ്ക് ഇട്ട മനുഷ്യനെ കാണുന്നുണ്ട്. അയാളെ കണ്ടതും ടൈലർ വേഗം തന്നെ ഒവിയും കൂട്ടി അവിടെ ഓടാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാരാണെങ്കിൽ അവരുടെ ബോട്ടിലേക്ക് എത്തി. ഇതെല്ലാം നിക്കും ടീമും അവരുടെ ആ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണുന്നുണ്ട്. മാത്രമല്ല അവർ സംസാരിക്കുന്നത് നിക്കിന് കേൾക്കാൻ പറ്റും. ആ പോലീസുകാരിപ്പം അവരെ തിരയാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വിളിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ നിക്കാണെങ്കിൽ ആ കാര്യം ടൈലറിനെ വിളിച്ചറിയിച്ചു. അങ്ങനെ ആ ഹെലികോപ്റ്റർ ഇപ്പം അങ്ങോട്ട് എത്തി. ഈ സമയം ടൈലർ ആണെങ്കിൽ ഒവിയും കൊണ്ട് ആ കാട്ടിലൂടെ തന്നെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ മാസ്ക് ഇട്ട മനുഷ്യൻ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അത് കണ്ടതും അവരവിടെയുള്ള വലിയൊരു പാറയുടെ അപ്പുറത്തേക്ക് മറിഞ്ഞിരുന്നു. ഈ സമയം ആ മാസ്ക് ഇട്ട മനുഷ്യൻ അയാളുടെ മാസ്ക് മാറ്റി. അതാ സാജു ആയിരുന്നു. അയാളിപ്പം ഒവിയെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. സാജുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒവി അവിടെ നിന്ന് എഴുന്നേറ്റു, ഞാൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട്. എന്നാൽ അത് കണ്ടതും താഴെ ഇരിക്കണമെന്നും പറഞ്ഞിട്ട് ടൈലർ അവനെ പിടിച്ച് താഴ്ത്തി. ഈ സമയം ആ സാജു ആണെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല, ആ കുട്ടിയെ എനിക്ക് തരുന്നതാണ് നിനക്ക് നല്ലത് എന്നാണ് അയാൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. എന്നാൽ അത് കേട്ടതും ടൈലർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രനേഡ് എടുത്തു. എന്നിട്ട് അവനിപ്പോൾ ഒവിയുടെ അടുത്ത് പറയുന്നത്, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ 2 പേരെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഗ്രനേഡ് എടുത്ത് സാജുവിന്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അത് പൊട്ടിത്തെറിക്കുമ്പോൾ അവൻ വേഗം ഒവിയും കൊണ്ട് അവിടെ നിന്ന് ഓടുകയും ചെയ്തു. എന്നാൽ സാജുവിനൊന്നും പറ്റിയിട്ടില്ല. അവനും ഇപ്പം അവരുടെ പുറകെ പോവാണ്. അങ്ങനെ ടൈലർ ഒവിയും കൊണ്ട് നേരെ പോകുന്നത് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന അവരുടെ കാറിലേക്കാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ വണ്ടിയിൽ കയറിയിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവരുടെ മുമ്പിലായിട്ട് പോലീസുകാർ വന്നു. അതുകൊണ്ട് തന്നെ ടൈലർ വേഗം വണ്ടി തിരിക്കുകയാണ്. എന്നിട്ട് മറ്റൊരു വഴി പോകാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ഒവി ആണെങ്കിലും വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. അവനിപ്പോൾ ടൈലറിന്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് സാജുവിനെ പേടിക്കുന്നത്, അവൻ എൻ്റെ അച്ഛന്റെ ജോലിക്കാരനാണ്, അവൻ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ ഞാനും നിന്റെ അച്ഛന് വേണ്ടിയിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ മറ്റെന്തൊക്കെയോ പ്രശ്നം നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ സാജു നിന്നെ തട്ടിക്കൊണ്ടുവരുമായിട്ട് എന്തെങ്കിലും ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുക എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ പിന്നെ നമുക്ക് പോലീസുകാരുടെ അടുത്ത് പോയിക്കൂടെ എന്നാണ് ഒവി അടുത്തായിട്ട് ചോദിക്കുന്നത്. അത് പറ്റത്തില്ല, പോലീസുകാരൊക്കെ അവരുടെ ആൾക്കാരാണ്, നിനക്കിപ്പോൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നീ എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ കൂടെ നിൽക്ക് എന്നാണ് ടൈലർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ പിന്നീട് ഒവിയൊന്നും പറയുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും അവരുടെ റേഡിയോ പോലീസുകാരെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ റേഡിയോയുടെ കണക്ഷൻ പിടിച്ചിട്ട് അവന്റെ കയ്യിൽ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ട്, അത് അവന്റെ കാറിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. അത് ഉപയോഗിച്ചിട്ട് അവൻ നിക്കുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണ്. ഇപ്പൊ അവന് പോകാനുള്ള വഴിയൊക്കെ ആ ഫോണിലൂടെ നിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ടൈലർ കുറെ പോയി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു പോലീസ് വണ്ടി വന്നിട്ട് അവന്റെ കാറിനിടിക്കുകയാണ്. അതോടുകൂടെ അവന്റെ വണ്ടി അവിടെ നിന്നു. ആ പോലീസ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് ആ സാജു ആയിരുന്നു. എന്നാൽ അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ടൈലറിനെയും ഒവിനെയും കാണുന്നില്ല.
അവരിപ്പം അവിടെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പോലീസുകാരും ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറാണ്. അങ്ങനെ അവര് മുകളിലേക്ക് എത്തിയതും ടൈലർ വേഗം വന്നിട്ട് ആ പോലീസുകാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ അവൻ ആ പോലീസുകാരെ മൊത്തത്തിൽ കൊന്നു കളഞ്ഞു. എന്റെ ഒവിയം കൊണ്ട് അവിടെ നിന്ന് ഓടുമ്പോഴാണ് ആ സാജു അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സാജുവും ടൈലറും തമ്മിൽ അവിടെ നിന്നൊരു ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിന്റെ ഇടയിൽ അവർ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ താഴേക്ക് വീണപ്പോഴേക്കും രണ്ടുപേർക്കും തീരെ വയ്യാണ്ടായിട്ടുണ്ട്. എങ്കിലും കഷ്ടപ്പെട്ട് അവർ എഴുന്നേറ്റിട്ട് പരസ്പരം വീണ്ടും ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് ഒരു കാർ വന്നിട്ട് ടൈലറിനിടിക്കുന്നത്. അതോടുകൂടെ അവൻ കുറച്ച് അപ്പുറത്തേക്ക് തെറിച്ചു വീണു. ഈ സമയമാകുമ്പോഴേക്കും ആ സാജു അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവൻ നേരെ ആ കാറിന്റെ അടുത്തേക്കാണ് വരുന്നത്. എന്നാൽ അതിനിടയിലാണ് ഒവിയുടെ ശബ്ദം കേൾക്കുന്നത്. അവൻ ആരോ പിടിച്ചിട്ടുണ്ട്. അത് കേട്ടതും സാജു വേഗം ഒവിയുടെ അടുത്തേക്ക് പോവാണ്. അവൻ നോക്കുമ്പോൾ 3 പോലീസുകാരാണ് അവനെ പിടിച്ചിരിക്കുന്നത്. അത് കണ്ടതും സാജു ആ 3 പോലീസുകാരും പിടിച്ചു കൊല്ലാണ്. എന്നിട്ട് ഒവിയും കൂട്ടി അവിടെ നടക്കാൻ തുടങ്ങി. ഈ സമയം ഒവിക്കാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നേയില്ല. അവനിങ്ങനെ കിളി പോയ പോലെ നിൽക്കുകയാണ്. അങ്ങനെ സാജു ഒവിയും കൂട്ടി നടക്കുമ്പോഴാണ് ഒരു ട്രക്ക് വന്നിട്ട് സാജുവിനെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. ആ ട്രക്ക് ഓടിച്ചിരുന്നത് മറ്റാരുമല്ല, അത് ടൈലർ ആയിരുന്നു. അങ്ങനെ ടൈലർ ഒവിയെ ആ ട്രക്കിലേക്ക് കയറ്റിയിട്ട് വേഗം മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയം കുറെ പോലീസ് വണ്ടികളും അവരുടെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ ടൈലർ വേഗം തന്നെ ഒവിയും കൊണ്ട് ആ ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ചാടാണ്. അതിനെ തുടർന്ന് ആ ട്രക്ക് ഒരു സ്ഥലത്തേക്ക് ഇടിച്ചു. മാത്രമല്ല അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേക്കുന്ന ടൈലർ ആണെങ്കിൽ നൈസായിട്ട് ഒവിയും കൊണ്ടാണ് സ്കൂട്ടായി. അവർ രക്ഷപ്പെട്ട കാര്യമൊന്നും ഇപ്പം ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ സമയം രാത്രി ആ ട്രക്ക് പൊട്ടിത്തെറിച്ച സ്ഥലത്തേക്ക് ഇപ്പം പോലീസുകാരനും വന്നു, അമീറും വന്നു. അവിടെ പരിശോധിച്ചതിൽ നിന്നും അവർക്ക് ബോഡിയൊന്നും കിട്ടിയിട്ടില്ല. മാത്രമല്ല ആ പരിശോധനയിൽ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ആ പോലീസുകാരന് മനസ്സിലായി. പോലീസുകാരൻ ഉടനെ തന്നെ അത് അമീറിന്റെ അടുത്ത് ചെന്ന് പറയുകയും ചെയ്തു. അയാളാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യത്തിലിരിക്കുകയാണ്. ഇന്ന് എന്ത് സംഭവിച്ചിട്ടായാലും വേണ്ടിയില്ല, അവനെ പിടിച്ചേ മതിയാവും എന്നാണ് അയാളിപ്പോൾ പറയുന്നത്. ഈ സമയം തന്നെ ടൈലർ ആണെങ്കിൽ ഒവിയം കൊണ്ട് അവിടെ ഒരു ഫാക്ടറിയിലേക്കാണ് പോയിരിക്കുന്നത്. അവൻ അവിടുത്തെ ഒരു റൂമിന്റെ അകത്തേക്ക് ചെന്നു. ഈ സമയം അവന്റെ കയ്യിലാണെങ്കിൽ നല്ല രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ അവൻ ആ പയ്യനെയും കൂട്ടി ആ മുറിവൊക്കെ തുന്നിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നിക്ക് അവനെ വിളിക്കുന്നത്. നിക്കിപ്പോൾ പറയുന്നത് സാജുവിന്റെ കാര്യമാണ്. അവനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. അവനൊരു എക്സ് മിലിറ്ററി ആണ്. ഇപ്പൊ അവനെ അയച്ചിരിക്കുന്നത് ആ മഹാജാനും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ധൈര്യമില്ലായിരുന്നു. അതാണ് ആ ജോലി അവർ നിന്നെ ഏൽപ്പിച്ചത്. ഇപ്പം അവർ നിന്റെ കയ്യിൽ നിന്നും അവനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല നിനക്ക് തരാൻ അവരുടെ കയ്യിൽ പൈസയും ഇല്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ആ പയ്യനോട് ഉപേക്ഷിച്ചേക്ക്. നിന്നെ അവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഒരു ഹെലികോപ്റ്റർ വരും. നീ ആ പയ്യനെ ഉപേക്ഷിച്ചിട്ട് അതിൽ കയറി ഇങ്ങോട്ട് പോരെ എന്നാണ് നിക്ക് പറയുന്നത്. ആ പയ്യനെ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ ടൈലർ ഇപ്പോൾ ഓർക്കുന്നത് അവൻ ഇടയ്ക്കിടയ്ക്ക് അവന്റെ ഓർമ്മയിൽ ഒരു കുട്ടിയെ കാണുന്നുണ്ടല്ലോ, ആ കാര്യമാണ്. ആ കുട്ടി മറ്റാരുമല്ല, ടൈലറിന്റെ മകൻ തന്നെയാണത്. അവനെ ഒന്ന് ഓർത്തതിന് ശേഷം ടൈലർ ഇപ്പം നിക്കിന്റെ അടുത്ത് പറയുന്നത് ഈ പയ്യനെ ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ല, നീ എങ്ങനെയെങ്കിലും എന്റെ പൈസ റെഡിയാക്ക് എന്നും പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ഇവർ തമ്മിലുള്ള ഈ സംസാരമൊക്കെ ലൗഡ് സ്പീക്കർ വഴി ഒവിയും കേട്ടിട്ടുണ്ട്. ഒവി ഇപ്പോൾ ടൈലറിന്റെ അടുത്ത് ചോദിക്കുന്നത്, അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാനൊരു പാക്കേജ് ആണല്ലേ? എനിക്കതിൽ അത്ര വലിയ വിഷമമൊന്നുമില്ല. കാരണം എൻ്റെ അച്ഛനും എന്നെ അങ്ങനെ തന്നെയാണ് കണ്ടത്. എൻ്റെ അച്ഛൻ എന്നെ ഒരിക്കലും ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. ടൈലർ ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഇതേസമയം തന്നെ ആ സാജു ആണെങ്കിൽ അവിടെയുള്ള ഹോട്ടലിൽ റൂം എടുത്തു. എന്നിട്ട് അവൻ അവൻ്റെ ഭാര്യയെ വിളിച്ചു. അടുത്ത 12 മണിക്കൂറിനകം നീ എന്നെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് പൈസ തന്നിട്ടില്ലേ, അതും കൊണ്ട് നീ എവിടേക്കെങ്കിലും ഒളിവിൽ പോകണം എന്നാണ് അവൻ അവളുടെ അടുത്ത് പറയുന്നത്. ഈ സമയവും ടൈലറും ഒവിയും ആ റൂമിൽ തന്നെ നിൽക്കുകയാണ്. അതിനിടയിൽ നിക്ക് അവനെ വിളിച്ചു. ഹെലികോപ്റ്റർ റെഡി ആയിട്ടുണ്ട്, നീ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക് എന്നാണ് അവൾ പറയുന്നത്. അതിനെ തുടർന്ന് അവൻ ഒവിയേയും കൂട്ടി വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് നമ്മൾ നേരത്തെ കുറച്ച് കുട്ടികളെ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പൊ അമീർ പറഞ്ഞതിനെ തുടർന്ന് ആ കുട്ടികളൊക്കെ ഇപ്പൊ ടൈലറിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. എല്ലാവരുടെ കയ്യിലും തോക്കുണ്ട്. എന്നാൽ വേഗം തന്നെ അവൻ അവന്മാരെ എല്ലാത്തിനും ഇടിച്ചിട്ടു. എന്നാൽ അതിനിടയിലാണ് പോലീസുകാരും കൂടെ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും ടൈലർ ഒവിയേയും കൂട്ടി അവിടെയുള്ള ഒരു ഓവുചാലിലേക്ക് ഇറങ്ങി. എന്നിട്ട് അതിലേ നടക്കാൻ തുടങ്ങി. കുറെ നടന്നിട്ട് ഒരു സ്ഥലത്തെത്തുമ്പോൾ അവരവിടെ നിന്നു. ഇനിയിപ്പോൾ അവർക്ക് ചുമ്മാ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ വേഗം നിക്കിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവൻ നിക്കിനോട് പറയുന്നത്, നീ എത്രയും പെട്ടെന്ന് ഗ്യാസ്പറിനെ വിളിക്കണം. അവൻ ഈ ബംഗ്ലാദേശിൽ തന്നെ ഉണ്ടല്ലോ, ഇനി അവനെ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ എന്നാണ് ടൈലർ പറയുന്നത്. എന്നാൽ ഗ്യാസ്പറിന്റെ പേര് കേൾക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലായിരുന്നു. ഗ്യാസ്പറോ? അത് വേണ്ട, അവൻ ഈ പണിയൊക്കെ നിർത്തിപ്പോയതാണ്, അവനെ വിളിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നാൽ ടൈലർ അതിന് സമ്മതിക്കുന്നില്ല. നീ എന്തായാലും അവനെ വിളിച്ചു വരുത്ത്, എനിക്കാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ സഹായിക്കും. ഒരിക്കലും അവന്റെ ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വേഗം അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവർ രണ്ടുപേരും ഗ്യാസ്പറിനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോൾ ഗ്യാസ്പർ അങ്ങോട്ട് എത്തി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരവന്റെ വണ്ടിയിൽ കയറ്റി വേഗം അവന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഗ്യാസ്പറിന്റെ വീട്ടിലെത്തിയതിനു ശേഷം അവർ 2 പെഗ് കഴിക്കാൻ തുടങ്ങി. ഈ സമയം ഒവിയാണെങ്കിൽ മേളത്തെ റൂമിലാണ്. ഇപ്പൊ ഗ്യാസ്പർ അവന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരാൾ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പണിക്ക് ഞാൻ ഇറങ്ങിയത്. ഇവിടെ നിന്നൊരു കുട്ടിയെ കടത്തിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നീ വല്ലാത്തൊരു റിസ്കിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് സിറ്റിയുടെ തെക്കുഭാഗത്താണ്. ഈ സിറ്റി എന്ന് പറയുന്നത് മുഴുവൻ നദികളാൽ ചുറ്റപ്പെട്ടതാണ്. പാലങ്ങൾ വഴിയാണ് പോകുന്നതും വരുന്നതൊക്കെ. ഇപ്പൊ എല്ലാ പാലങ്ങളും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു, നീ ഒരൊറ്റൊരാൾ കാരണം. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, 2-3 ദിവസത്തേക്ക് നീ ഇവിടെ തന്നെ ഇരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ,
അതിനുശേഷം നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ നോക്കാം എന്നാണ് ഗ്യാസ്പർ പറയുന്നത്. ടൈലർ ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം ഗ്യാസ്പർ അവനോട് പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ ഫാമിലി ആയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. എനിക്കൊരു ഭാര്യയൊക്കെ ഉണ്ട്. പക്ഷെ അവൾ വേറെ വീട്ടിലാണ്. എല്ലാ ദിവസവും ഞാൻ അവളുടെ കൂടെയാണ് കിടക്കാറുള്ളത്. അതുകൊണ്ട് ഇന്ന് നീയും അവനിവിടെ ഇരിക്കും, ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞിട്ട് ഗ്യാസ്പർ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഗ്യാസ്പർ പോയി കഴിഞ്ഞതിന് ശേഷം ടൈലർ നേരെ പോകുന്നത് ഒവിയുടെ അടുത്തേക്കാണ്, അവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അവനങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവർ രണ്ടുപേരും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആദ്യം സംസാരിക്കുന്നത് ഒവിയാണ്. അവൻ പറയുന്നത് അവൻ്റെ അച്ഛൻ്റെ ദുഷ്ടത്തരങ്ങളെക്കുറിച്ചാണ്. ഒരു രീതിയിലും അവൻ്റെ അച്ഛൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ അത് പറഞ്ഞതിന് ശേഷം ടൈലർ ഇപ്പം അവൻ്റെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി. ഇവനൊരു ഭാര്യയും ഒരു മകനും ഉണ്ടായിരുന്നു. ഭാര്യ ഇപ്പം വേറെ എവിടെയാണ്. എന്നാൽ ഭാര്യയുടെ കാര്യത്തിൽ അവന് വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ മകൻ്റെ കാര്യത്തിൽ ഇവന് നല്ല വിഷമമുണ്ട്. അവൻ്റെ മകൻ 6 വയസ്സുള്ളപ്പം അവൻ മരിച്ചുപോയി. ഒരസുഖമായിരുന്നു. പക്ഷെ മകൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. അവൻ എന്തായാലും മരിച്ചു പോവും എന്ന കാര്യം ടൈലറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ പട്ടാളത്തിൽ ഒരു മിഷൻ ചോദിച്ചു വാങ്ങിയിട്ട് ആ സ്ഥലത്തേക്ക് പോയി. എന്നാൽ പിന്നീട് അവൻ ആ കാര്യത്തിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്തു. വല്ലാതെ കരഞ്ഞുകൊണ്ടാണ് അവൻ ആ കാര്യങ്ങളൊക്കെ ഒവിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ടൈലർ ഇപ്പം താഴത്തെ റൂമിലിരിക്കുകയാണ്. ഈ സമയത്താണ് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ ജനൽ വഴി നോക്കുമ്പം അതാ ഗ്യാസ്പറാണ്. അവനിപ്പോൾ തിരിച്ചു വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പിന്നെയും മദ്യപിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ഗ്യാസ്പർ അവൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത്. അല്ല, പയ്യന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാനാണ് നിന്റെ തീരുമാനം? അവനെയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇപ്പം നിനക്ക് അവനോട് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമാണ്. ഇപ്പം അവൻ കിടന്ന് ഉറങ്ങുകയല്ലേ, നീ ഒരു തോക്കെടുത്തിട്ട് അവനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക്. അതായിരിക്കും നിനക്ക് അവനോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദയ. അല്ലാതെ നീ അവനെ വീട്ടിൽ കൊണ്ടാക്കി എന്താണ് സംഭവിക്കുക? അവൻ്റെ അച്ഛനിപ്പോഴും ജയിലിലാണ്. അവൻ പിന്നെ ഒറ്റയ്ക്കായി പോകത്തില്ലേ? അവനവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ആരെങ്കിലും സമ്മതിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതവിടെ നിൽക്കട്ടെ. ഇവിടുന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ആ അമീറും കൂട്ടരും ഒരിക്കലും നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. ആ അമീറിന്റെ കയ്യിലെങ്ങനെ ആ പയ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ ഇഞ്ചിഞ്ചായിട്ടായിരിക്കും ആ പയ്യനെ കൊല്ലാൻ പോകുന്നത്. അതുകൊണ്ട് നീ തന്നെ ആ പയ്യന്റെ പണി തീർക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഗ്യാസ്പർ പറയുന്നത്. എന്നാൽ ഗ്യാസ്പർ അത് പറഞ്ഞത് ടൈലറിന് ഇഷ്ടപ്പെട്ടില്ല. അവനൊന്നും മിണ്ടാതെ അവിടെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അത് കാണുന്ന ഗ്യാസ്പറിന്റെ ഭാവം മാറി. നിന്നോട് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ടൈലർ? അതൊരു മയക്കുമരുന്ന് കടത്തുന്നവന്റെ പയ്യനാണ്. അവന്റെ തലയ്ക്ക് ആ അമീർ ഇട്ടിരിക്കുന്ന വില 10 മില്യൺ ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരത്തില്ലേ? എന്റെ പ്രശ്നവും തീരും. അതുകൊണ്ട് നീ ഒന്നും ചെയ്യണ്ട. ആ പയ്യന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. അവനെ ഞാൻ കൊന്നോളാം. അല്ലാതെ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആ അമീറിന്റെ കയ്യിൽ നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ നിന്നെയും കൊല്ലും. ഒരിക്കൽ നീ എന്റെ ജീവൻ രക്ഷിച്ചതാണല്ലോ. അതിന് പകരമായിട്ട് അമീറിന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കാം. പക്ഷെ അതിന് ആ പയ്യനെ കൊല്ലണം. അതിന് നീ എന്നെ സമ്മതിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൻ തോക്കെടുത്തു. അപ്പൊ ഇവൻ അമീറുമായിട്ടൊരു ഡീല് സംസാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന കാര്യം ടൈലർ മനസ്സിലായി. അവനത് ചോദിക്കുകയും ചെയ്തു. അവനത് ചോദിച്ചു കഴിയുമ്പോൾ ഈ ഗ്യാസ്പറും അമീറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ് എന്നവൻ സമ്മതിക്കുകയും ചെയ്തു. അതും കൂടെ കേട്ടപ്പം ടൈലറിന്റെ ദേഷ്യം അങ്ങോട്ട് ഇരച്ചു കയറി. അവരിപ്പം ഗ്യാസ്പറിനെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ടൈലർ ആണെങ്കിൽ തീരെ വയ്യാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ്പറിനെ കീഴ്പ്പെടുത്താൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ ടൈലറിനെ ഇടിച്ചിട്ടതിന് ശേഷം ഗ്യാസ്പർ അവന്റെ മേലെ കയറിയിരുന്നിട്ട് അവനിങ്ങനെ പുതിരെ തല്ലാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ഒവി ഒരു തോക്കുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും ഗ്യാസ്പർ എഴുന്നേറ്റിട്ട് ഒവിയുടെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ഈ സമയം ഒവി ആണെങ്കിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. 2 വെടി അവന്റെ ദേഹത്ത് കൊണ്ടു. അതിനെ തുടർന്ന് അവൻ അവിടുത്തെ ഒരു ചെയറിലേക്ക് എന്നിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗ്യാസ്പർ മരിച്ചു പോവുകയും ചെയ്തു. ഇതൊക്കെ കണ്ട ഒവിയാണെങ്കിൽ വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ്. അവനിപ്പം ടൈലറിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലേക്ക് പോകണം എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ നീ വിഷമിക്കേണ്ട, നിന്നെ ഉറപ്പായിട്ട് ഞാൻ വീട്ടിലെത്തിച്ചിരിക്കും എന്ന് ടൈലർ അവന് പ്രോമിസ് കൊടുക്കുകയാണ്. അങ്ങനെ ടൈലർ ഉടനെ തന്നെ ആ സാജുവിനെയാണ് വിളിക്കുന്നത്. പയ്യൻ എൻ്റെ കയ്യിലുണ്ട്, ഇവനെ ഇവിടുന്ന് രക്ഷിക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം എന്നാണ് ടൈലർ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടൈലർ ഇപ്പോൾ സാജുവിനെ മീറ്റ് ചെയ്തു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണൊക്കെ അവനിപ്പോൾ സാജുവിന് മുമ്പിൽ കൊണ്ടിടുകയാണ്. അതിൽ നിന്നും ടൈലറെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് എന്ന കാര്യം സാജുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു ഉടായ്പ നിങ്ങളുടെ അടുത്ത് ചെയ്തത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ അയാൾ എൻ്റെ ഭാര്യയും മകനെയും കൊല്ലും. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാണ് സാജു പറയുന്നത്. അങ്ങനെ ടൈലർ ഇപ്പം അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അതായത് ഇവനെ രക്ഷിക്കാൻ വേണ്ടി നിക്കും ടീം അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ സാജു ഒവീനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് പോകണം. ആ സമയം ഇവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ടൈലർ നോക്കിക്കോളും. അതാണ് അവൻ ഉണ്ടാക്കുന്ന പ്ലാൻ. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ അവിടെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോവാണ്. ഈ സമയം സാജു ആണെങ്കിൽ ഒവിയെയും കൂട്ടി അവന്റെ വണ്ടിക്കകത്ത് കയറി. എന്നാൽ അവർ പോകുന്ന വഴിക്ക് അവിടെ ചെക്കിംഗ് നടക്കുന്നുണ്ട്. അത് കാണുന്ന ടൈലർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നോ അവിടെയുള്ള ആൾക്കാർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ അവനതൊക്കെ വെടിവെച്ച് തകർക്കുന്ന സമയത്ത് സാജു ആണെങ്കിൽ ഒവിയും കൊണ്ട് അവിടെ പോവുകയും ചെയ്തു. ഈ സമയം ഇതെല്ലാം കണ്ട് ഒരുപാട് പോലീസുകാർ അവിടെ കൂടിയിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പൊ ടൈലറിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതിലൊരുത്തൻ ഒരു റോക്കറ്റ് ലോഞ്ചർ ഷൂട്ട് ചെയ്തു. എന്നാൽ അത് ആ ബിൽഡിങ്ങിലേക്ക് വന്ന് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും ടൈലർ അപ്പുറത്തേക്ക് ചാടി. ഈ സമയത്താണ് 2-3 പോലീസുകാർ അവൻ നിൽക്കുന്ന റൂമിലേക്ക് വരുന്നത്. എന്നാൽ അത് കണ്ടതും ടൈലർ ചാടി എഴുന്നേറ്റിട്ട് അവന്മാരെ എല്ലാവരും വെടിവെച്ച് വീഴ്ത്താണ്. ഇതേസമയം സാജു ഒവിയെയും കൊണ്ട് ഇപ്പൊ അവിടുത്തെ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് എത്തി. പക്ഷെ അവിടെ നല്ല ബ്ലോക്കാണ്. അവർക്ക് വണ്ടി ഓടിച്ചിട്ട് അതിലെ പോകാൻ പറ്റത്തില്ല. ഇനി നടന്നു പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവർ 2 പേര് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ അമീർ ആണെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്നുകൊണ്ട് ബൈനോക്കുലറിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്.
അയാളുടെ അടുത്തായിട്ട് ആ കേണൽ റാഷിദും നിൽക്കുന്നുണ്ട്. ഈ സമയം 2 പോലീസുകാർ ഇപ്പൊ ടൈലറിന്റെ അടുത്തേക്ക് വന്നു. അത് കണ്ടതും അവൻ അവരെ 2 പേരെയും വെടിവെച്ചു വീഴ്ത്താണ്. അതിനിടയിലാണ് താഴെ നിന്നും 2-3 പോലീസുകാരും കൂടെ മുകളിലേക്ക് കയറി വരുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും അവനൊരു ഗ്രനേഡ് എടുത്തിട്ട് നൈസായിട്ട് താഴേക്ക് ഇട്ടു. അങ്ങനെ അത് പൊട്ടിത്തെറിച്ചിട്ട് അവന്മാരുടെ 3 പേരുടെയും പണി തീർന്നു. ഈ സമയം തന്നെ നിക്കും ടീമും ടൈലറുള്ള സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ അങ്ങോട്ടേക്ക് എത്താറായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സാജു പൊവിയേയും കൊണ്ട് ആ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു പോലീസുകാരൻ അവനെ കാണുന്നത്. അയാൾ അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. അത് പണിയാണെന്ന് മനസ്സിലായതും സാജു അവന്റെ കയ്യിൽ തോക്കെടുത്തിട്ട് അവന്മാർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ കുറെ പോലീസുകാരൊക്കെ അവൻ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അതിനിടയിൽ അവൻ ഗ്രനേഡ് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ആ ബൈനോക്കുലറിലൂടെ അമീറും കാണുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ വേറെ ടീമിനെ റെഡിയാക്കാൻ പറഞ്ഞിട്ട് ആ റാഷിദിനെ അവിടുത്തെ പറഞ്ഞു വിട്ടു. ഈ സമയം തന്നെ സാജു ആണെങ്കിൽ ഒവിയം കൊണ്ടൊരു ബസ്സിന്റെ അടുത്തേക്ക് എത്തി. അവൻ വേഗം തന്നെ ഒവിയ ബസ്സിന്റെ അകത്തേക്ക് കയറ്റി. അതിനിടയിലാണ് ഒരു ഹെലികോപ്റ്ററിൽ പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും സാജു അവന്മാർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അവന്മാർ വിട്ടു, അവന്മാരും തിരിച്ചു ഫയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫയറിങ്ങിൽ ആ പാലത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരുപാട് വണ്ടികൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറിയിട്ട് സാജു ആണെങ്കിൽ അപ്പുറത്തേക്ക് ചാടുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും നിക്കും ടീമും ആ വെടിവെപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവർ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് അവിടെയുള്ള പോലീസുകാരൊക്കെ വെടിവെച്ച് വീഴ്ത്താൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ ഹെലികോപ്റ്ററിൽ വന്ന പോലീസുകാരുണ്ടല്ലോ, അവന്മാരൊക്കെ ഇപ്പൊ ആ പാലത്തിലേക്ക് ഇറങ്ങി. ഇതെല്ലാം സാജുവും കാണുന്നുണ്ട്. അവൻ ഉടനെ തന്നെ വയർലെസ് എടുത്തിട്ട് ടൈലറിനെ വിളിക്കുകയാണ്. നീ എത്രയും പെട്ടെന്ന് ഈ പാലത്തിലേക്ക് വരണം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുന്ന ടൈലർ ആ പാലത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു വാനില് പോലീസുകാരങ്ങോട്ട് വരുന്നത്. അതിന്റെ ടോപ്പിൽ ഒരുത്തനിരിക്കുന്നുണ്ട്. അവൻ അവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കണ്ടതും ടൈലർ ആണെങ്കിൽ അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി. ഈ സമയം നിക്കും ടീമും അവിടെയുള്ള ആൾക്കാർക്ക് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത് നിക്ക് കാണുന്നത്. അവളുടെ കയ്യിൽ ഒരു റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്. അവൾ ഉടനെ തന്നെ അത് വെച്ചിട്ട് ആ ഹെലികോപ്റ്ററിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതിനെ തുടർന്ന് ആ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയും ചെയ്തു. അങ്ങനെ ആ ഹെലികോപ്റ്റർ തകർന്നത് ആ ബൈനോക്കുലർ വഴി അമീറും കണ്ടു. അവൻ വല്ലാത്തൊരു നിരാശയിൽ നിൽക്കുകയാണ്. ഈ സമയം തന്നെ ടൈലർ ആണെങ്കിൽ ആ വാനിൽ നിന്നിറങ്ങിയ ആ പോലീസുകാരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്മാരെയൊക്കെ കൊന്നു കളഞ്ഞതിന് ശേഷം അവൻ 2 ഗ്രനേഡ് എടുത്തിട്ട് ആ വാനിന്റെ അകത്തേക്ക് ഇട്ടു. അതിനെ തുടർന്ന് ആ വാൻ ആണെങ്കിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഈ സമയം തന്നെ സാജു ആണെങ്കിൽ ആ പാലത്തിലുള്ള പോലീസുകാരുണ്ടല്ലോ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇതെല്ലാം ബസ്സിൽ നിന്നുകൊണ്ട് ഒവിയും കാണുന്നുണ്ട്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തുള്ള ഒരു വണ്ടിയുടെ മറവിൽ പതുങ്ങിയിരിക്കുകയാണ്. അതിനിടയിൽ സാജു ആണെങ്കിൽ ഇപ്പൊ കയ്യിൽ തോക്കില്ലാത്തതുകൊണ്ട് കത്തി ഉപയോഗിച്ചിട്ടാണ് ആ പോലീസുകാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ 2-3 പോലീസുകാരെ കൊന്നതിന് ശേഷം ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്നും അവൻ തോക്കെടുത്തു. എന്നാൽ ഈ സമയത്താണ് സാജുവിന്റെ നെറ്റിയിൽ വെടിയേക്കുന്നത്. അതാ റാഷിദായിരുന്നു. അയാളിപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്ത് ഇരുന്നിട്ട് സ്നൈപ്പർ വെച്ചിട്ടാണ് അവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സാജു ഇപ്പം മരിച്ചത് ആ ബൈനോക്കുലർ വഴി അമീറും കാണുന്നുണ്ട്. അയാൾക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി. ഈ സമയത്താണ് ഒവിയെയും ടൈലറിനെയും രക്ഷപ്പെടുത്താനുള്ള നിക്കിന്റെ ആ ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത്. എന്നാൽ അതങ്ങോട്ട് ലാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ആ റാഷിദ് ഇപ്പം ആ ഹെലികോപ്റ്ററിനെ ഷൂട്ട് ചെയ്തു. അങ്ങനെ വെടികൊണ്ട് ഒരു പൈലറ്റ് മരിച്ചു. അത് കണ്ടതും മറ്റേ പൈലറ്റ് വേഗം തന്നെ നിക്കിനെ വിളിച്ചു. എന്റെ അവൻ പറയുന്നത് ആരും അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൻ ആ ഹെലികോപ്റ്ററുമായിട്ട് അവിടുന്ന് പോയി. ഈ സമയത്താണ് ആ റാഷിദ് നിക്കിന്റെ കൂടെ ഉണ്ടായിരുന്നവൻ വെടിയിക്കുന്നത്. അതോടുകൂടെ അവന്റെ പണിയും തീർന്നു. ഇതും കൂടെ കാണുമ്പം അപ്പോൾ ഒരു സ്നൈപ്പർ അവിടെ എവിടെയോ ഉണ്ട് എന്ന കാര്യം നിക്കിന് മനസ്സിലായി. അവളിപ്പോൾ അവളുടെ ഗണ്ണ് വെച്ചിട്ട് ആ സ്നൈപ്പർ എവിടെയാണുള്ളത് എന്ന് ചെക്ക് ചെയ്യാണ്. ഈ സമയമാകുമ്പോഴേക്കും ടൈലർ ആണെങ്കിൽ ആ പാലത്തിലേക്ക് എത്തി. അവൻ അവിടെയുള്ള പോലീസുകാരൊക്കെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താണ്. എന്നാൽ അതിനിടയിൽ ആ റാഷിദ് ആണെങ്കിൽ ആ സ്നൈപ്പറുമായിട്ട് ടൈലറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ നിൽക്കാത്തതുകൊണ്ട് അയാൾ ഷൂട്ട് ചെയ്യുന്നില്ല. ഈ സമയം തന്നെ ഒവി ആണെങ്കിൽ അവിടെയുള്ള ഒരു വണ്ടിക്കടിയിലേക്ക് പതുങ്ങി കിടക്കുകയാണ്. അതിനിടയിൽ ടൈലർ ആണെങ്കിൽ അവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഈ സമയത്താണ് റാഷിദ് ടൈലറിനെ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അത് അവന്റെ കയ്യിലാണ് കൊണ്ടത്. അതിനെ തുടർന്ന് അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. താഴേക്ക് വീണെങ്കിലും അവൻ ഇപ്പോഴും ആ റാഷിദിന്റെ എയിമിൽ തന്നെയാണ്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും നിക്കിപ്പം റാഷിദിനെ കണ്ടെത്തി. അയാൾ അടുത്തായിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും അവൾ അയക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ ആ റാഷിദിന്റെ പണി തീർന്നു. ഈ സമയം തന്നെ ടൈലർ ആണെങ്കിൽ അവന്റെ തോക്ക് റീലോഡ് ചെയ്യാണ്. ഈ സീനാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. അതിനിടയിലാണ് ഒവി അവന്റെ അടുത്തേക്ക് വരുന്നത്. ഇപ്പൊ ടൈലറിന്റെ അവസ്ഥ കണ്ട് അവനാണെങ്കിൽ വല്ലാണ്ട് കരയുന്നുണ്ട്. ഈ സമയം ടൈലർ അവനോട് പറയുന്നത്, നീ ആ വരുന്ന ഹെലികോപ്റ്റർ കണ്ടില്ലേ, അതിൽ നിനക്ക് രക്ഷപ്പെടാം, നീ എന്നെ നോക്കണ്ട, നീ വേഗം അതിന്റെ അടുത്തേക്ക് ഓടാൻ നോക്ക് എന്നാണ് ടൈലർ ഇപ്പൊ അവന്റെ അടുത്ത് പറയുന്നത്. അതിനെ തുടർന്ന് ഒവി വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ അവനവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ടൈലർ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ആ പാലത്തിലേക്ക് വരുന്ന ബാക്കിയുള്ള പോലീസുകാരൊക്കെ വെടിവെച്ച് വീഴ്ത്താണ്. അതിനിടയിൽ ഒവി ആണെങ്കിൽ നിക്കിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ആ പാലത്തിലേക്ക് വന്ന പോലീസുകാരെ മൊത്തം വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം ടൈലർ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ കഴുത്തിന് വെടികൊള്ളുന്നത്. അത് ആ അമീറിന്റെ ടീമിലുള്ള ആ പയ്യനായിരുന്നു. ഇതെല്ലാം നിക്കും ടീമും കാണുന്നുണ്ട്. നിക്ക് ഉടനെ തന്നെ ആ പയ്യനെ നേരെ ഷൂട്ട് ചെയ്യാണ്. പക്ഷെ അത് അവനെ കൊള്ളുന്നില്ല. ആ വെടിവെക്കുന്ന കണ്ടപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അങ്ങനെ കഴുത്തിന് വെടിയേറ്റതിന് തുറന്നിട്ട് ടൈലർ ഇപ്പം ആ പാലത്തിന്റെ കൈവരിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. ഈ സമയം ഒവി ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും നിക്ക് അവനെ തടഞ്ഞു. ഈ സമയം ഒവി ആണെങ്കിൽ വല്ലാണ്ട് കരയുന്നുണ്ട്. അങ്ങനെ ഒവി ഒന്ന് നോക്കിയതിനു ശേഷം ടൈലർ ഇപ്പം ആ നദിയിലേക്ക് എടുത്ത് ചാടി. അതിനെ തുടർന്ന് അവൻ ആ വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു.
ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നിക്കും ടീമും ഒവിയെ ഹെലികോപ്റ്ററിൽ കയറ്റിയിട്ട് അവിടുന്ന് പറന്നു പോവാണ്. അങ്ങനെ ആ ഹെലികോപ്റ്റർ കയറി അവരവിടുന്ന് പോകുന്നത് ആ അമീറും കാണുന്നുണ്ട്. അയാൾ വല്ലാത്തൊരു ദേഷ്യത്തിലാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ടൈലറിനെ ഷൂട്ട് ചെയ്ത പയ്യനുണ്ടല്ലോ, അവനിപ്പോൾ ടൈലർ താഴേക്ക് വീണ ആ ഭാഗത്ത് നിൽക്കുകയാണ്. എന്നാൽ അവൻ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ അനക്കൊന്നും കാണുന്നില്ല. അങ്ങനെ ഈ സംഭവങ്ങൾ കഴിഞ്ഞിട്ടിപ്പം 8 മാസമായി. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു ഉത്സവം നടക്കുകയാണ്. അവിടെ നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അമീർ അവിടെ ഒരു ഹോട്ടലിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അയാൾ ആ ഹോട്ടലിന്റെ ബാത്റൂമിലേക്ക് പോയി. ഈ സമയത്താണ് നിക്ക് അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഈ നിക്ക് ആരാണെന്നൊന്നും അമീറിന് അറിയത്തില്ല. അവനിപ്പം അവളുടെ സൗന്ദര്യത്തിൽ ഇങ്ങനെ മയങ്ങി നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അവൾ തോക്കെടുത്തിട്ട് അമീറിനെ ഷൂട്ട് ചെയ്യുന്നത്. അതോടുകൂടെ അവന്റെ പണി തീർന്നു. ഇനി കാണിക്കുന്നത് ഒവിയെയാണ്. അവൻ അവന്റെ സ്കൂളിലെ പൂളിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം അവൻ വെള്ളത്തിനിടയിൽ ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കാൻ തുടങ്ങി. എന്നാൽ അതിനിടയിലാണ് എന്തോ ഒരു ഡൗട്ട് അവന് തോന്നുന്നത്. അതിനെ തുടർന്ന് അവൻ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്നു. ഈ സമയം അവൻ നോക്കുമ്പോൾ പൂളിന്റെ കരയിലായിട്ട് ഒരാൾ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ആളെ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ ആളെ കണ്ടു കഴിഞ്ഞാൽ അത് ടൈലറെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി അത് ടൈലറാണോ? അവൻ മരിച്ചിട്ടില്ലേ? ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.